ഞങ്ങൾ ഇന്ന് പൊന്നുവിൻ്റെ കോളേജിലോട്ട് പോയി വെണക്കസ് ജയന്തി കോളേജിൽ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം. ഇടയ്ക്കൊന്ന് പോയി അന്വേഷിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇന്ന് പോകുമ്പോൾ ഗുളുവിനെയും കൂടെ കൊണ്ടുപോവുകയാണ് കോളേജിലോട്ട്. അപ്പം അവർക്ക് അവിടെ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. അപ്പം അങ്ങനെ അത് നമ്മൾ എൻജോയ് ചെയ്തിട്ട് വരാം. ബാക്കി വിശേഷങ്ങൾ അവിടെ കോളേജിൽ പോയി. പിന്നെ ഞങ്ങളുടെ യാത്ര ബസ്സിലായിരുന്നു. ഇപ്പോൾ എവിടെ പോയാലും ബസ്സിലേ പോകത്തുള്ളൂ. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബസ് ഫെയർ കൊടുക്കണ്ടല്ലോ, ബസ്സിന് ടിക്കറ്റ് ഒന്നും എടുക്കണ്ട. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ കോളേജിലെത്തി വിസിറ്റർ കാർഡെല്ലാം വാങ്ങി. അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ അലൗഡ് അല്ല, അതുകൊണ്ടാണ് അത് എടുക്കാത്തത്. പിന്നെ ഈ ചൂട് കഴിഞ്ഞ് അകത്തോട്ട് കയറിയപ്പം എന്തെന്നറിയത്തില്ല, ഭയങ്കര റിലാക്സ് ആയിരുന്നു. എന്ന് പറഞ്ഞാൽ ഫുള്ള് ചെടികളാണ് ഈ കോളേജിൽ മൊത്തം. നല്ലൊരു ഗാർഡൻ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ ആസ്വദിച്ച് നേരെ നമ്മൾ വിചാരിച്ചു എന്നാൽ ക്യാൻറ്റീനിലോട്ടൊന്ന് പോയിട്ടൊരു ജ്യൂസൊക്കെ കുടിച്ച് വരാമെന്ന്. ഇവിടെ ഫുള്ള് അടിപൊളിയാണ് കാണാൻ. നല്ല ബിൽഡിങ്, നല്ല രീതിയിൽ ചെടിയാണ് അതിൻ്റെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. നല്ല രീതിയിൽ ഗാർഡനൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ നേരെ ക്യാൻറ്റീനിലേക്ക് വച്ച് പിടിച്ചു. അവിടെ പോയി 2 വാട്ടർമെലൺ ജ്യൂസാണ് ഓർഡർ ചെയ്തത്. അയ്യോ, നല്ല തണുത്ത ജ്യൂസായിരുന്നു. എൻ്റെ അമ്മേ പറയാൻ വയ്യ, അത്രയ്ക്ക് നല്ല സുഖമായിരുന്നു. കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഫുള്ള് ബോഡി ഒന്ന് തണുത്ത പോലെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ജ്യൂസ് എല്ലാം കുടിച്ച് കുറച്ച് നേരം അവിടെ അങ്ങനെ അടിച്ച് പൊളിച്ച് കുറച്ച് നേരം താമസിച്ചു. എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളെ ക്ലാസ് 4:30 വരെ ഉണ്ട് മോക്ക്. അത് കഴിഞ്ഞിട്ട് അവൾ വരത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്ത് അങ്ങനെ സാമട്ടിലിരുന്നത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നേരെ പിന്നെയും ഗാർഡനിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങി നേരെ അവിടെ ഒരു ചർച്ചുണ്ട്, കോളേജിൻ്റെ തന്നെയാണ്. അപ്പോൾ അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഇതെല്ലാം ഗുള്ളുവിനെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയതാണ്. അപ്പം അതിൻ്റെ അകത്ത് വളരെ നിശബ്ദതയായ ഒരു സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് പതുക്കെ കയറിപ്പോയി. അങ്ങനെ അവിടെ പോയപ്പോഴത്തേക്ക് അവിടെ ആരുമില്ല, അധികം കുട്ടികളൊന്നും ഇല്ല, കുറച്ച് കുട്ടികൾ മാത്രമേ ഉള്ളൂ. എക്സാമിനൊക്കെ ടൈമിൽ എല്ലാവർക്കും ഒന്ന് പ്രെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫാദേഴ്സിൻ്റെ കോളേജാണ്, അതുകൊണ്ടാണ്. പിന്നെ തലയിൽ ഇങ്ങനെ മുട്ടാക്കൊക്കെ ഇട്ടിട്ടായിരുന്നു ഞാൻ അവിടെ പോയിരുന്ന് പ്രാർത്ഥിച്ചത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഒന്ന് നേരെ വെളിയിലോട്ട് ഇറങ്ങി. പിന്നെയും നല്ല അന്തരീക്ഷമായിരുന്നു. അവിടെയൊക്കെ നല്ല ചെടികളും ഒക്കെ കണ്ടു, ക്യാൻറ്റീനും വേറെ സ്ഥലങ്ങളൊക്കെ. അപ്പോൾ അതാ വന്നു പ്രമുഖ നായിക നമ്മുടെ മോള് വന്നെത്തി. പിന്നെ അവിടെ കുറച്ച് ഈ വാട്ടർഫാൾസ് ഒക്കെ കണ്ടിട്ട് അങ്ങനെ ഇരിക്കാൻ തുടങ്ങി. ടീച്ചേഴ്സിനെയും സാറുമാരെയൊക്കെ ഒന്ന് കാണണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്തതായിരുന്നു. ഇവിടെ ഇരുന്നപ്പോൾ തന്നെ ചൂടൊന്നും അത്രയ്ക്കൊന്നും ഫീൽ ചെയ്തിരുന്നില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് നല്ല മരങ്ങളും ചെടികളും ഒക്കെ ആയതുകൊണ്ടായിരിക്കും തോന്നുന്നു. പിന്നെ ഞങ്ങളങ്ങനെ ടീച്ചേഴ്സിനെ സാറിനെയൊക്കെ ഒന്ന് കണ്ടിട്ട് പിന്നെ നേരെ തിരിച്ച് വെളിയിലേക്ക് ഇറങ്ങി. പിന്നെ നേരെ പോയി ഒരു വലിയ ജ്യൂസ് കടയിലേക്ക് തന്നെ തിരിച്ച് കയറി. അവിടെ മോളുടെ ഫ്രണ്ട് എൽഷ്യയും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളെല്ലാവരും കൂടെ അങ്ങനെ ജ്യൂസൊക്കെ കുറച്ച് ഓർഡർ ചെയ്തു. പിന്നെ ഞാനൊരു വാട്ടർമെലണും ലെമണും കൂടെ മിക്സിംഗ് ആയിട്ടുള്ളൊരു ജ്യൂസാണ് ഓർഡർ ചെയ്തത്. അവരൊക്കെ ഓരോരോ ഇഷ്ടത്തിന് ഓരോന്ന് ജ്യൂസ് ചെയ്തു. പക്ഷേ എല്ലാം നമ്മൾ മാറി മാറി ഒന്ന് കുടിച്ച് പരീക്ഷിച്ച് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തു. അപ്പോൾ എല്ലാ ജ്യൂസും കൂടെ കുടിച്ചപ്പം ഈ പറഞ്ഞ പോലെ നല്ലൊരു റിലാക്സ് ആയിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടെല്ലാം തിരിച്ചു വന്നത് ഓട്ടോയിലായിരുന്നു.